നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തീയതിയിൽ മാറ്റമില്ല കേട്ടോ. ഇത്തവണ നടക്കുന്ന 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 22-ന് തന്നെ നടത്താൻ തീരുമാനമായിരിക്കുകയാണ്. നേരത്തെ തീയതി സംബന്ധിച്ച ആശങ്കകൾ നിലനിന്നിരുന്നുവെങ്കിലും NTBR സൊസൈറ്റിയുടെ ആദ്യ ജനറൽ ബോഡി യോഗത്തിൽ പഴയ തീയതി തന്നെ മത്സരം നടത്താൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഇത്തവണ 6 കോടി രൂപയുടെ ബജറ്റാണ് വള്ളംകളിയുടെ നടത്തിപ്പിനായി വകയിരുത്തിയത്. ഈ വർഷത്തെ 72ാമത് നെഹ്റു ട്രോഫി ജലമേള മുൻ നിശ്ചയിച്ചത് പ്രകാരം ആഗസ്റ്റ് 22-ന് നടത്താൻ തീരുമാനമായി. എംപിമാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 6,04,70,000 രൂപയുടെ ബജറ്റിൽ 3.5 കോടി രൂപ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും. 1 കോടി രൂപ സംസ്ഥാന ടൂറിസം ഗ്രാൻറ്റും 50 ലക്ഷം രൂപ കേന്ദ്ര ടൂറിസം ഗ്രാൻറ്റും പ്രതീക്ഷിക്കുന്നുണ്ട്. ടിക്കറ്റ് വിൽപ്പനയിലൂടെ 90 ലക്ഷം രൂപയും ആങ്കറിംഗ് ചാർജായി 10 ലക്ഷം രൂപയും പ്രതീക്ഷിക്കുന്നു. 1.65 കോടി രൂപയാണ് ബോണസിനായി മാറ്റിവെച്ചിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിക്ക് 60 ലക്ഷവും 2024-25 മെയിൻ്റനൻസ് ഗ്രാൻറ്റിനത്തിൽ 36 ലക്ഷവും, കൾച്ചറൽ കമ്മിറ്റിക്ക് 15 ലക്ഷവും, പബ്ലിസിറ്റിക്ക് 9 ലക്ഷവും, പ്രൈസ് മണിക്ക് 8.25 ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട്. വള്ളംകളി ഉദ്ഘാടന ചടങ്ങിലേക്ക് മുഖ്യാതിഥികളെ കണ്ടെത്താനായി ജില്ലാ കളക്ടറെയും ചുമതലപ്പെടുത്തി. പ്രവേശന ടിക്കറ്റ് നിരക്ക് മാറ്റമില്ലാതെ തുടരാനും സ്പോൺസർഷിപ്പിന് ടെൻഡർ ക്ഷണിക്കാനും യോഗം തീരുമാനിച്ചു. സബ് കമ്മിറ്റികളുടെ രൂപീകരണത്തിന് അതത് കമ്മിറ്റികളുടെ കൺവീനർമാരെയും ഇന്റേണൽ ഓഡിറ്റ് കമ്മിറ്റി രൂപീകരണത്തിന് ഇന്റേണൽ ഓഡിറ്റ് കമ്മിറ്റി കൺവീനറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ.